കുട്ടനാട് ഷാപ്പിൽ പോകാൻ പോവാണ്. കോളേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകണം. അപ്പോൾ 2 മണിയായിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കടയിൽ നിന്ന് ജ്യൂസും പപ്സൊക്കെ കുടിച്ച് വിശപ്പ് ചെറുതായിട്ടൊന്ന് അടക്കി അവിടെ വരെ എത്താനുള്ളൊരു എനർജി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ചങ്ങനാശ്ശേരി മുക്കൊക്കെ ബസ് കയറി ചങ്ങനാശ്ശേരി മുക്കിൽ നമ്മൾ പള്ളിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വേണം ആറ്റുമുഖത്ത് എത്താൻ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹട്ടുകളാണ് ഉള്ളത്. അതിൽ പല എമൗണ്ട് ഓഫ് സീറ്റിംഗ് നമ്പറും ഉണ്ട്. നമുക്ക് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ 15 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വലിയ ഹട്ടാണ് നമ്മളെടുത്തത്. ഇനി ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നോർമലി നമ്മൾ മെനു നോക്കിയിട്ടല്ലേ ഓർഡർ ചെയ്യുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഫുഡ് കണ്ടിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അവിടെ ഉണ്ടാക്കി വെച്ച ഫുഡ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ ടൈപ്പ് മീൻ കറികളും താറാവ് കറി ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് റോസ്റ്റ്, ക്രാബ് റോസ്റ്റ്, അതേപോലെ ബീഫ് ഫ്രൈ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ പ്രോൺസ് ഫ്രൈ, പ്രോൺസ് റോസ്റ്റ്, കാട, ബീഫ്, താറാവ്, പിന്നെ മീൻ കറി, പാൽക്കപ്പ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോൺസിനൊക്കെ 300 സംതിങ് ആണ് വരുന്നത്. പ്രോൺസും ക്രാബും അതാണ് നമ്മൾ വാങ്ങിയതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഫുഡ് ഓർഡർ ചെയ്ത് സീറ്റിൽ വന്നിരുന്നതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡും എത്തിക്കഴിഞ്ഞു. മീൻ കറിയും ബീഫും ഞണ്ടും ചെമ്മീനും മീൻ പൊള്ളിച്ചത്, കാട, അങ്ങനെ അവിടെ ഞങ്ങൾ കണ്ട ഏറെക്കുറെ എല്ലാ ഐറ്റംസും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയാ കഴിച്ചതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ എല്ലാ ഡിഷും തീർത്തിട്ടുണ്ട്. നമ്മൾ പാൽക്കപ്പയും സംഭവങ്ങളൊക്കെ വീണ്ടും ഓർഡർ ചെയ്യേണ്ടി വന്ന് തികയാത്തതുകൊണ്ട്. വാങ്ങിയ എല്ലാ ഐറ്റംസും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത് മീൻ കറി മാത്രമേ ഉള്ളൂ. അത് എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ മീൻ കറി എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രോൺസും ക്രാബും അടിപൊളിയായിരുന്നു. അതാണ് ഏറ്റവും അടിപൊളി, അതിനാണ് ഏറ്റവും വിലയുള്ളത്. പക്ഷെ അത് വെറുതെ മണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ നിയർലി അല്ല 6000 എബവ് ആയി. അപ്പോൾ ഒരാൾക്ക് 400, കാരണം നമ്മൾ 15 പേരുണ്ടായതുകൊണ്ട് ഒരാൾക്ക് 400 സംതിങ് വരുന്ന രീതിയിലാണ് ആയത്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ കണ്ടത് ഇവിടെ ഔട്ട്ഡോർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഉണ്ട്. അവിടെ ആരും ഇരിക്കുന്നതൊന്നും കണ്ടില്ല, പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ അവർക്ക് ബാക്കിൽ നമുക്ക് ഹൗസ് ബോട്ടല്ല, ബോട്ട് പോലൊരു സംഭവമുണ്ട്. അവിടെ വീക്കെൻഡ്സിൽ മാത്രം നമുക്ക് ബോട്ടിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ അവിടെ ഉണ്ട്. വന്നത് ബസ്സിനാണെങ്കിലും നമ്മൾ തിരിച്ചു പോകാൻ പോണത് ബോട്ടിനാണ്. ഈ ഷാപ്പിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് ഈ ബോട്ടിൻ്റെ സ്റ്റോപ്പ് വരുന്നത്. ബോട്ട് നിർത്തുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഷാപ്പിൻ്റെ ബാക്കിലൂടെ നടന്നു. ആ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോട്ടിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനൊക്കെയുള്ള സമയമൊക്കെ കിട്ടി. എന്നിട്ടാണ് ബോട്ട് വന്നത്. ഇതിൽ 10 രൂപ എന്തോ ആണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ആലപ്പുഴ വരെ എത്താൻ 1.5 hours എടുക്കും. എനിക്ക് എന്തായാലും സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല വീഡിയോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ ഈ ബോട്ട് ഭയങ്കര പതുക്കെയാണ് പോണത്. അങ്ങനെ പറഞ്ഞാൽ ഈ 2 സൈഡിലും സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും സമയം എടുക്കണം. സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഇതിലും പെട്ടെന്ന് എത്തും തോന്നുന്നു. പിന്നെ ഈ ബോട്ടിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും ആ നാട്ടുകാരാണ്. അവർ സ്കൂളിൽ പോകാനും ജോലിക്ക് പോകാനൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ ഈ ബോട്ട്. അവർക്കൊന്നും സംഭവം ഈ സൺസെറ്റ് കാണുന്ന സൈഡ് സീറ്റ് ഒന്നും ആവശ്യമില്ല. അവർ വെയിലൊന്നും ഇല്ലാത്ത സൈഡിൽ പോയി ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണുന്ന സൈഡ് സീറ്റൊക്കെ കിട്ടി.
ആലപ്പുഴത്തെ സൺസെറ്റ് പിന്നെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ്സ് ആണ് ആലപ്പുഴയിൽ എപ്പോഴും ഉണ്ടാവുക. അതും ബീച്ചിലാണെങ്കിലും ഇനിയിപ്പോൾ കുട്ടനാടാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി സൺസെറ്റ്സ് കിട്ടും. ഇനി ആലപ്പുഴയിൽ നിന്ന് ആക്ച്വലി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും സൺസെറ്റ്സ്. അങ്ങനെ ഒരു ലോങ് ബോട്ട് റൈഡിന് ശേഷം നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് വെച്ച് നമുക്ക് ഹോസ്റ്റലിൽ എത്തണം. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ വ്ളോഗിൽ എൻ്റെ വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.